ഹായ് ഗൈസ്, യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാ ഒഴിവ് ദിവസങ്ങളിലും എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവധി ദിവസം എങ്ങോട്ട് യാത്ര ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വന്ന സ്ഥലം അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ, ആ വനപാതയിലൂടെ ഒരു യാത്ര പോയാലൊന്ന് ആലോചിച്ചു. അങ്ങനെ ഇതിലേയുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, നല്ല മഴയൊക്കെ ഉണ്ട്, നല്ല അടിപൊളി നല്ല രസത്തിൽ തന്നെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുമ്പ് ഒരുപാട് തവണ നമ്മൾ ഈ ഒരു പാതയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോഴും നല്ല പുതിയ പുതിയ അനുഭവങ്ങളും കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ കിട്ടുന്ന അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു പാതയിലൂടെ എപ്പോൾ സഞ്ചരിക്കുമ്പോഴും കിട്ടുക. മാത്രമല്ല, ഇതിലേ പോകുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അനിമൽസിനൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണാൻ സാധിച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെ പറയാം. നമ്മളെന്തായാലും നല്ല മഴ ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഈ ഒരു പാതയിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. അങ്ങനെ ഗൈസ്, നമ്മളിതേ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. നല്ല മഴ ആയിരുന്നാലും ഒരുപാട് സഞ്ചാരികൾ ഇപ്പോഴും ഈ കാനന സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. നല്ല മഴ ആയതുകൊണ്ട് മുമ്പ് ഒരുപാട് തവണ വെള്ളച്ചാട്ടം കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഇവിടെ തന്നെ ഇറങ്ങുന്നില്ല. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ ഒരു വനപാതയിലൂടെയുള്ള യാത്ര. അത് എവിടം വരെ നമ്മൾ പോകുന്നൊന്നും ഒരു തീരുമാനമൊന്നും ഇല്ല. നമ്മളങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് നല്ല നല്ല കാഴ്ചകൾ കാണുന്നത് അതൊക്കെ കണ്ട് ആസ്വദിക്കുക, ഒരുപാട് ദൂരം പോവുക, തിരിച്ച് ഈ റൂട്ട് തന്നെ വരിക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ചെക്ക് പോസ്റ്റിൽ നിന്നും പാസ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ്. ശരിക്കും ഈ ഒരു വനപാതയിലൂടെ വേനൽക്കാലത്ത് സഞ്ചരിക്കുമ്പോൾ മറ്റൊരു ഭംഗിയാണ് കേട്ടോ. പക്ഷേ മഴക്കാലത്താണ് കുറച്ചുകൂടി ഭംഗി കൂടുതൽ തോന്നുന്നത്. കാടായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് അനുഭവപ്പെടുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. മാത്രമല്ല, നല്ല മഴയുണ്ടെങ്കിൽ അത് വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു പാതയിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് തന്നെയാണ് ശരിക്കും അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം രാവിലെ 9 മണിക്ക് ശേഷമാണ് കേട്ടോ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ കുറച്ചുകൂടി മുമ്പാണെന്നുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, അനിമൽസിനെ പ്രത്യേകിച്ച് ആനയെ കാണാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള ഒരു സമയം എന്ന് പറഞ്ഞത് രാവിലെയും പിന്നെ വൈകിട്ടൊക്കെയാണ്. അങ്ങനെ വെച്ചമാരെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്തപ്പോഴാണ് ദോണ്ട് അവിടെ ഒരു ആന നിൽപ്പുണ്ട്. വളരെ ദൂരത്താണ് കേട്ടോ. നമ്മളെ ഫോണിൽ നിന്ന് മാക്സിമം സൂം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പിടിക്കുന്നത്. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു. ഇതുവരെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ ഇത്ര അടിപൊളിയായ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം ഈ മഴയും പിന്നെ ഈ കാടിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ആനകളിങ്ങനെ വെള്ളമൊക്കെ നനഞ്ഞ് ശരിക്കും അകലെന്ന് കാണുമ്പോൾ പാറ എടുക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ മുമ്പിൽ യാത്ര ചെയ്ത ആളുകൾ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നോക്കണപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് ഈ ഒരു കാഴ്ച നമ്മളെ കണ്ണിൽ പെടില്ല. കാരണം അത്ര ദൂരത്താണ് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ പാറകളുടെ ഒരു കളറും ഈ ആനകളുടെ കളറൊക്കെ ഒരുപോലെയാണ്. നമുക്ക് എവിടെ നോക്കിയാലും കുറേ പാറകൾ ഇതുപോലെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ പാറകൾ കിടക്കുന്നതായിരുന്നു വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പാസ് ചെയ്ത് പോകും. പക്ഷെ ഒരുപാട് ദൂരത്താണ് ഈ ഒരു ആനകൾ നിൽക്കുന്നത്. പക്ഷെ നമ്മളുടെ ഫോണിൽ ഒരുപാട് മാക്സിമം സൂം ചെയ്തിട്ട് നമുക്ക് തന്നെ നല്ല ക്ലിയറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വലിയ ആനകളുണ്ട്, അതിൻ്റെ കുട്ടി ആനകളുണ്ട്. ആ ഒരു കാഴ്ച നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ യാത്രയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കുറച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അരുവികളൊക്കെ നല്ല ഫുള്ളായിട്ട് തന്നെ വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ ഒരു പാതയിലൂടെ സഞ്ചരിച്ചാലും വീണ്ടും വീണ്ടും നമുക്ക് ഈ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള മോഹം നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിയെത്തും. കാര്യം അത്ര ഭംഗിയാണ് ഓരോ ഭാഗത്തും നമുക്ക് കാഴ്ചകൾ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ. അത് വേനലിൽ ഒരു ഭംഗി, മഴക്കാലത്ത് മറ്റൊരു ഭംഗി, അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാതയിലൂടെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമ്മളെ മൈൻഡിൽ വരിക. നല്ല രസമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ശരിക്കും കാഴ്ചകൾ നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്. കാരണം ആളുകൾ നല്ല റഷാണ്, അത്യാവശ്യം നല്ല റഷാണ് കേട്ടോ. കാരണം മഴ പെയ്തോട് കൂടിയിട്ട് സഞ്ചാരികളുടെ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിലൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ. ഗൈസ്, നമ്മളങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ റോഡിൻ്റെ 2 സൈഡിലും ആനക്കൂട്ടങ്ങൾ തന്നെ ഉണ്ട്.
റോഡിൻ്റെ രണ്ട് സൈഡിലുണ്ട് കേട്ടോ. നമുക്ക് എവിടെയൊക്കെയാണ് വീഡിയോ പിടിക്കേണ്ടത് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം അത്ര മനോഹരമായിട്ടുള്ള കാഴ്ച ഇതുവരെ നമ്മൾ യാത്ര ചെയ്തിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു യാത്ര വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായി മാറി. കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ആനകളൊക്കെ ഇങ്ങനെ ഇത്രയും അടുത്തൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച തന്നെയാണ്. നമുക്കൊരു സേഫ് ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ആനകളെ നല്ല മനോഹരമായിട്ട് തന്നെ കാണാനായിട്ട് സാധിച്ചു. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ അതിർത്തിയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് അതിരപ്പള്ളി. ചാലക്കുടിക്ക് കിഴക്കായാണ് ഈ ഒരു പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗവും കാടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു അടിപൊളി പ്രദേശം തന്നെയാണ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും. അതുപോലെ തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒരുപാട് ജനങ്ങളെ, ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ്. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ അകലെയും ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയായിട്ടാണ് അതിരപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 55 കിലോമീറ്റർ മുകളിലായിട്ടാണ് അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള ദൂരം വരുന്നത്. ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴാണ് കുറേ പോത്തുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു 3-4 പോത്തുകളുണ്ട് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കൂടി നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു. നല്ല മഴയാണ്, വാഹനങ്ങളിങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വാഹനങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വണ്ടിയിലിരുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും നമ്മളെ യാത്ര ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറയിലേക്ക് വരുന്ന ദൂരം ഏകദേശം 83 കിലോമീറ്റർ ആണ്. അങ്ങനെ കഴിച്ച് നമ്മളിത് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് മലക്കപ്പാറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ് കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളി കാഴ്ചയാണ്. നേരത്തെ നമ്മൾ പടുകൂറ്റം വൃക്ഷങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തേയിലത്തോട്ടം കാണുമ്പോൾ വേറൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത്. നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ എത്തിയപ്പോൾ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേര് ഇറങ്ങി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ദൂരെ കാണുന്ന ആ മലയുടെ മുകളിൽ നോക്കുമ്പോൾ നല്ല കുമ്മടമഞ്ഞിങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അതും ആസ്വദിക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി ഇതാ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മളുടെ വീഡിയോയിൽ തമിഴ്നാട്ടിലൂടെ യാത്രയാണ് കാണാൻ പോകുന്നത്. വെൽക്കം ടു തമിഴ്നാട്. കുറച്ചുകൂടി മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ഷോളയാർ ഡാമിന്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയും അത്യാവശ്യം ആളുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഓപ്പൺ അല്ല, അതുകൊണ്ട് തന്നെ ഉള്ളിലോട്ടൊന്നും ആളുകളൊന്നും പോകുന്നില്ല. ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ആളുകൾ അധികം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. കുട്ടികൾക്കൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ചെറിയൊരു പാർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഡാമിൻ്റെ ഷട്ടറൊന്നും തുറക്കാത്തതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു കാഴ്ചയൊന്നും നമുക്ക് ഇത്തവണ കാണാനായിട്ട് സാധിച്ചില്ല. മുമ്പ് വന്നപ്പോഴൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളങ്ങനെ കുറച്ച് നേരം ഡാമിൻ്റെ മുൻവശത്തൊക്കെ നിന്ന് ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ അവിടെ നമുക്ക് ചായ കുടിക്കാനുള്ള ടേസ്റ്റ് ആളുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഷോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ വാൽപ്പാറയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരം ഇവിടെ നിന്ന് ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെന്തായാലും വാൽപ്പാറയിലേക്ക് പോകുന്നില്ല. തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മളുടെ യാത്ര ഇവിടെ നിന്നും തിരിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വനപാതയിലൂടെ ഒരു യാത്ര ചെയ്യുക, ഫോറസ്റ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, മഴ ആസ്വദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ആനകളെ കാണാൻ പറ്റി. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ നല്ല മൂടൽമഞ്ഞ്, ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ല മൂടൽമഞ്ഞും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു ഇന്നത്തെ ഈ ഒരു യാത്ര എന്തായാലും ഒട്ടും മോശമായില്ല. നല്ലൊരു യാത്ര തന്നെയായി, നല്ലൊരു എക്സ്പീരിയൻസ് ആയി മാറി. അങ്ങനെ മച്ചന്മാരെ നമ്മളിങ്ങനെ തിരികെ പോകുന്ന യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല മൂടൽമഞ്ഞായിട്ടുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും ശരിക്കും നമുക്കിപ്പോൾ കാണുന്നില്ല, റോഡും ഒന്നും കാണുന്നില്ല. അത്രയും നല്ല മഞ്ഞായിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ KSRTCയുടെ ഉല്ലാസയാത്ര ബസ് സർവീസ് ഉണ്ടല്ലോ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. കാരണം ബസ്സിലുള്ളൊരു യാത്ര അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ബസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. എന്തായാലും ഒരു തവണ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അടുത്ത തവണ KSRTC ബസ് ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ. നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും അതിൽ.
അങ്ങനെ നമ്മൾ കാട്ടിലൂടെ വീണ്ടും തിരികെയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. തിരികെ പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അനിമൽസിൻ്റെ കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല ഒരുപാട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുമില്ല. നമ്മൾ നേരത്തെ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. തിരികെ പോകുമ്പോൾ നമ്മൾ അത്ര അധികം കാണിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തിരികെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല. പിന്നെ നമുക്ക് മലക്കപ്പാറ വരെയൊക്കെ എത്തേണ്ട കാരണം സമയത്തിൻ്റെ പ്രശ്നം കാരണം നമ്മളിവിടെ ഇറങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ വന്നപ്പോഴാണ് ശരിക്കും നല്ല ഭംഗിയിൽ കാഴ്ചകൾ കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു പാലത്തുമ്പിലൊക്കെ നമുക്ക് കയറിയിട്ട് നല്ല അടിപൊളി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. നല്ല വെള്ളച്ചാട്ടം, നല്ല ശക്തിയിൽ തന്നെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വീഡിയോയിലൂടെ കാണാനായിട്ട് സാധിക്കും. കുറച്ച് നേരം ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടപ്പോഴത്തേനും ഫോറസ്റ്റുകാർ വന്നു എല്ലാവരെയും ഇവിടെ നിന്ന് പറഞ്ഞിട്ട്, കാരണം ആനകൾ പെട്ടെന്ന് ഇറങ്ങി വരുന്നൊരു സ്ഥലം കൂടിയാണിത്. പെട്ടെന്ന് ആന വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല, കാരണം അങ്ങനത്തെ ഒരു സ്പോട്ടാണ്. അപ്പോൾ അതും പറഞ്ഞിട്ട് എല്ലാവരും ഇവിടുന്ന് വേഗം തന്നെ ഇവിടുന്ന് എല്ലാവരെയും മാറ്റി എല്ലാവരെയും തിരിച്ച് യാത്ര ആരംഭിച്ചു. അപ്പോൾ വെച്ചാൽ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.